ഇപ്പൊ എവിടെയാണുള്ളത്? മീൻസ് പർദ്ദക്കകത്താണോ പർദ്ദയ്ക്ക് പുറത്താണോ? ഇതിപ്പോ തൃശങ്കു സ്വർഗത്തിൽ നിക്കുന്ന പോലെ നിക്കുവാണ്. അകത്തുമല്ല പുറത്തുമല്ല എന്നുള്ള രീതിയില്. അത് ശരി. ഞാന് ഈ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ട്, അതായത് കാണാൻ തുടങ്ങിയിട്ട് ഒരു 2-3 ആഴ്ച ആവണുള്ളൂ. ഇത് മുന്നേ കണ്ടിരുന്നെങ്കിൽ ഇസ്ലാം ആവില്ലായിരുന്നു. ഇല്ല, ഒരിക്കലും ആവില്ലായിരുന്നു. ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കിരുന്നെങ്കിൽ. ഞാനിപ്പോ ഫസ്റ്റ് എനിക്ക് അറിയില്ല, ഞാൻ എന്റെ കൂടെ ഉള്ളവരെല്ലാരും ഇങ്ങനെ നോമ്പ് പിടിക്കണു. അപ്പോ അവര് പറഞ്ഞതൊന്നും ഇതൊന്നുമല്ല, ചേട്ടൻ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും കേട്ടിട്ടുമില്ല. അങ്ങനെ ഖുറാനിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ ആലോചിച്ചു ഇത് പറയാഞ്ഞെന്താ. അപ്പോ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിന്ന് വരുന്നുള്ളൂ. അതായത് മറ്റുള്ള ആൾക്കാരെ നല്ല രീതിയിൽ കാണുക, അടുത്തുള്ള ആളുകളോട് നല്ല പെരുമാറുക, ഇത്രയും കുറച്ച് നല്ലത് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. ഏത് വിശ്വാസത്തിൽ ആദ്യം ഉണ്ടായിരുന്നു? ഞാൻ ഹിന്ദു ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വീട്ടിലൊക്കെ? ഇല്ല, ഞങ്ങള് ഒരു പാർട്ടിയിൽ ഇല്ലാത്തവരാ. അപ്പോ അങ്ങനെ ആയപ്പോ എന്താ അത് മാത്രം. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ നമുക്ക് അമ്പലത്തിലൊക്കെ വല്ലപ്പോഴും പോയാൽ മതിയല്ലോ, പോണെങ്കിൽ പോവാം, വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ കുറച്ച് ഫാമിലിയിലൊക്കെ കുറച്ച് വിഷയങ്ങളൊക്കെ ആവുമ്പോ നമുക്ക് വിഷമം വരും, അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോ പിന്നെ ഞാൻ ആലോചിച്ചു നമുക്ക് എപ്പോഴും ഒന്നും പോവാൻ പറ്റുന്നില്ലല്ലോ, അപ്പോ എന്താ സൊല്യൂഷൻ എന്നാലോചിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവരിങ്ങനെ 5 നേരം നിസ്കരിക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ അതിന് നമുക്ക് സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞ ഞാന് അതായത് മഞ്ചേരി സത്യസരണി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇതൊക്കെ നിങ്ങൾ സ്വയമാണോ അതോ വേറെ ആരെങ്കിലും നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നാണോ? ഇല്ല, അങ്ങനെ പറഞ്ഞൊക്കെ തരും. എന്റെ കൂടെ ഉള്ളവരെല്ലാരും മുസ്ലിംസ് ആണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. ഇത് നിങ്ങൾക്ക് എത്ര പ്രായം? എനിക്ക് ഇപ്പോ 30 കഴിഞ്ഞു. ഇത് എത്ര കാലായി? ഇതിങ്ങനെ എത്ര വയസ്സ് മുതൽ? ഞാനിപ്പോ 3 വർഷമായി ഇപ്പൊ ഇസ്ലാമിലേക്ക് വന്നിട്ട്. അപ്പൊ ജോലി സ്ഥലത്ത് നിന്നാണ്? ജോലി സ്ഥലത്തുനിന്ന്. അവിടെയാണ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തരിക. നോമ്പ് പിടിക്കാറുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. സ്ഥാപനം എന്താണ്? സ്ഥാപനം പറയാൻ? ഞാൻ മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലായിരുന്നു. പ്രൈവറ്റ് ആണ്? അതെ. അത് മുസ്ലിങ്ങൾ നടത്തുന്നതാണോ? അതെ. ഓക്കെ. അപ്പൊ അവിടെ എങ്ങനെയാ ഈ സംസാരം വരുന്നത്? അവിടെ ഞങ്ങള് നോമ്പ് പിടിക്കുമല്ലോ. നോമ്പ് പിടിക്കുമ്പോ അതായത് രാവിലെ മോർണിംഗ് 9 മണി തുടങ്ങി നൈറ്റ് 9:30 വരെയൊക്കെ ഞങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോ ഫുൾ ടൈം ഇവരായിട്ട് തന്നെയാണ്, ഫ്രണ്ട്സും ഇവര് തന്നെയാണ്. അപ്പോ നമ്മൾ കൂടുതലും ഇങ്ങനെ അതായത് നോമ്പ് പിടിക്കുമ്പോഴൊക്കെ പറയും നല്ല കാര്യമാണ് നീ ചെയ്യുന്നേ, എന്നാൽ ഞങ്ങളിലേക്ക് വന്നൂടെ, അങ്ങനെയൊക്കെ ഒരു ടോക്കിംഗ് ഒക്കെ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ പറയായിരുന്നു. അപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു അങ്ങനെ മതിയായിരുന്നു എന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞു ഇങ്ങനെ സത്യസരണിയിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇല്ല, ഞാനിങ്ങനെ ആലോചിച്ചു ഇങ്ങനെ എവിടെയാണ് ഇങ്ങനെ ചേഞ്ച്. പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥലം പൊന്നാനിയാണ് കേൾക്കുന്നത്. ഞങ്ങളുടെ നാട്ടില് പൊന്നാനി എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇങ്ങനെ ചേഞ്ച് ആവണത് അവിടെയാണ്. അപ്പൊ ഞാനിങ്ങനെ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ ചേഞ്ച് ആവണ ആഗ്രഹമുണ്ട്. അപ്പൊ അവര് പറഞ്ഞ് നമുക്ക് ഇവിടെയൊക്കെ അതായത് എന്താ പറയാ പിരിവിന് വരുന്ന പോലെ ഡൊണേഷനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. അത് മഞ്ചേരിക്കാരാ വന്നേ. അത് സത്യസരണി എന്ന് പറയുന്ന കോഴിക്കോട് മഞ്ചേരി അങ്ങനെയാണ് സ്ഥലം. അപ്പൊ അവിടെ നിന്നുള്ള എനിക്ക് നിങ്ങൾ ചോദിച്ചതാണോ ഇത് എവിടെ പോയാൽ പഠിക്കാൻ പറ്റുന്നു? എവിടെ പോയാ പഠിക്കാൻ പറ്റാന്ന് ചോദിച്ചു. സ്ഥാപനം എവിടെയാണ്? ഏതാ? ഇപ്പൊ നിങ്ങൾ ഈ മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എവിടെയാണ്? ആലുവ. ആലുവയിൽ ഇത് ചോദിച്ചപ്പോ നിങ്ങളെ മഞ്ചേരിയിലേക്ക് പറഞ്ഞു വിട്ടു? മഞ്ചേരിയിലേക്ക് പറഞ്ഞു വിട്ടു.